പീക്കിൻ്റെ ഫസ്റ്റ് പൂരം, അതിനായിരുന്നു ആ ഫസ്റ്റ് കണ്ടുകൊള്ളിടൽ. ഞാനിത് പൂരം എന്ന് പറഞ്ഞാലും പൂരം എന്ന് പറയാൻ പറ്റില്ല. പൂരത്തിൻ്റെ തലേദിവസം എൻ്റെ വീട്ടുകാർക്ക് ഇത് തന്നെ പൂരം. ഇവിടെ അമ്മയ്ക്ക് ആന എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്. ആന വന്നതാണെങ്കിൽ ഞങ്ങൾ അവിടെ ഇട്ടിട്ട് ഓടിപ്പോകും, അത്ര പേടിയാണ്. തൃശ്ശൂരെ ജനിച്ചു വളർന്നേ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. തൃശ്ശൂർ പൂരം എൻ്റെ ലൈഫിൽ ആകെ കൂടി ഒരു വട്ടം അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. അത് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഈ 27 വയസ്സിൽ. എൻ്റെ മൈൻഡിൽ പീക്കെങ്കിലും അങ്ങനെ ആവരുത് വിചാരിച്ചിട്ട് ആനയ്ക്ക് പറ വെച്ചപ്പോൾ ധൈര്യം സംഭരിച്ച് പീക്കിനെയും പിടിച്ച് ആനയ്ക്ക് ഭക്ഷണം കൊടുത്തത്. പറഞ്ഞ് കഥ വീഡിയോ എത്തി. ബാക്ക് ടു ടോപ്പിക്. പീക്കിൻ്റെ ഫസ്റ്റ് പൂരം കുട്ടിജി ആദ്യം ഹാപ്പി ആയിരുന്നു. എന്തുട്ടാ നോക്കണ്ടേ, എന്തുട്ടാ കാണണ്ടേ, എന്തുട്ടാ കഴിക്കണ്ടേ, എവിടേക്ക് നോക്കണ്ടേ, എല്ലായിടത്തും ലൈറ്റ് സംഭവങ്ങൾ. ആകർഷകമായ മികവോടെ അവിടെ ഓരോ ഇട വരുമ്പോഴും കുട്ടീൻ്റെ വേർഷൻ ഓഫ് ഡാൻസിലായിരുന്നു. കുട്ടിക്ക് വല്ലാണ്ട് ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ ഈ സംഭവം ഇഷ്ടമായി മനസ്സതാ. അത് വണ്ടി എന്നുള്ളൊരു ലെവലിൽ ഉരുട്ടി കളിച്ച് അതിൻ്റെ ഓരോ പെറ്റൽസും ഞെക്കി നശിപ്പിച്ച് അത് ബാഗിലെടുത്തിട്ട് തിരിച്ചിട്ട് വന്നത്. വലുതാകുമ്പോൾ കാണിച്ചു കൊടുക്കാനുള്ള ടോയൊക്കെ നശിപ്പിച്ചത്. കഴിഞ്ഞ കൊല്ലം ഈ പൂരത്തിന് പീക്ക് ജനിച്ചിട്ട് 1 മാസം പോലെ ആയിട്ടുണ്ടായിരുന്നില്ല. ആ കാരണം ഞങ്ങൾ പീക്കിനെ എടുക്കട്ടെ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി വന്ന് ഓടി തിരിച്ചു പോയി, കുഞ്ഞവാവിയല്ലേ വിചാരിച്ചിട്ട്. പിന്നെ അവിടെ ഇരുന്ന് കൈയൊക്കെ നോക്കി ആ അമ്മമാർക്ക് കാശ് കിട്ടുന്ന പരിപാടിയല്ലേ പാവം. അങ്ങനെ ഹാപ്പി ആയിട്ട് തിരിച്ചു പോകുന്നു, അത്രേ ഉള്ളൂ.